إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വന്തം വിശേഷണമായി ചേർത്തി പറഞ്ഞിട്ടുള്ള ഗുണമാണ് റഹ്മാനായ റബ്ബ് നീതിയോടുകൂടെ മാത്രമേ വർത്തിക്കുകയുള്ളൂ എന്നത്. അവൻ ഒരാളോടും അവൻ ഒരു സൃഷ്ടികളോടും അവൻ അനീതി പ്രവർത്തിക്കുകയില്ല, അക്രമം പ്രവർത്തിക്കുകയില്ല. അതൊരു മിസ്കാൽ ദർറത്ത്, ഒരു അണുമണി തൂക്കം പോലും അവകാശപ്പെട്ട ഒരാളുടെ അവകാശത്തെ റഹ്മാനായ റബ്ബ് തടഞ്ഞു വെക്കുകയില്ല. നീതിപൂർണമായിരിക്കും റഹ്മാനായ റബ്ബിൻ്റെ എല്ലാ കാര്യങ്ങളുമെന്ന് വിശദീകരിക്കേണ്ടായി. അതുപോലെ തന്നെ മുഴുവൻ അമ്പിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ, അവർക്ക് ഹിദായത്ത് പകർന്നു കൊടുക്കാൻ എല്ലാ നബിമാർക്കും റസൂലുമാർക്കും വേദഗ്രന്ഥം നൽകിയതോടൊപ്പം അവർക്ക് നൽകിയ കാര്യമായിക്കൊണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് നീതിയുക്തമായി കാര്യങ്ങളെ മനസ്സിലാക്കാനും സംവിധാനിക്കാനുമുള്ള ഒരു മീസാന് കൂടെ നൽകി എന്നതാണ്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. ജനങ്ങളെ നീതിയുക്തമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധം വേദഗ്രന്ഥത്തോടൊപ്പം നീതിയുക്തമായ സംവിധാനത്തെയും എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇവിടെ മീസാൻ, നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മതപരമായ കാര്യങ്ങൾ, ദീനിൻ്റെ നിയമങ്ങളും ദീനിൻ്റെ സംവിധാനങ്ങളുമെല്ലാം അത് പരിപൂർണമായും ആദിലിലാണ് എന്നതാണ്. അതോടൊപ്പം തന്നെ മനുഷ്യർക്കിടയിൽ നീതിയോടുകൂടെ വർത്തിക്കാൻ പഠിപ്പിക്കാനും സംസ്കരിക്കുകയും കൂടെയാണ് എല്ലാ പ്രവാചകന്മാരുടെയും ഉത്തരവാദിത്വമായി ഏൽപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നോക്കൂ, മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മങ്ങളിൽ നീതി ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, യുഹിബ്ബുൽ മുഖ്സിതീൻ, അവൻ നീതിയോടുകൂടെ വർത്തിക്കുന്ന ആളുകളെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 7 തണൽ ലഭിക്കുന്ന, ഹർഷിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുൻഗണനയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ ഇമാമുൽ ആദിൽ, നീതിയോടുകൂടെ വർത്തിക്കുന്ന ഒരു ഭരണാധികാരി, നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ തൻ്റെ കീഴിലുള്ള ആളുകളോട് നീതിപരമായി പെരുമാറിയ ഒരു ഭരണാധികാരിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം പരലോകത്ത് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട തണൽ ലഭിക്കുന്ന ആളുകളെ കൂട്ടത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്വഭാവ ഗുണമായിരിക്കണം
അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാർക്കും ആ നീതിയെക്കുറിച്ചുള്ള അധ്യാപനവും സംവിധാനവും നൽകി എന്ന് പഠിപ്പിക്കുകയും റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യർ അതിൽ പെടുന്നതാണ് നീതിയുക്തമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള അധ്യാപനങ്ങളും നൽകപ്പെടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, റഹ്മാനായ റബ്ബ് അവൻ നീതിയോടുകൂടമാണ് വർത്തിക്കുക എന്ന് പറയുമ്പോൾ വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, അള്ളാഹുവിൻ്റെ കലാമുകൾ, അവൻ്റെ സംസാരം, അവൻ്റെ കലിമത്തുകൾ, അവൻ്റെ നിയമങ്ങൾ, അവൻ്റെ ഹുക്കുമുകൾ എല്ലാം രണ്ട് വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും നിർബന്ധമായും. ഒന്ന് സിദ്ഖായിരിക്കും, സത്യസന്ധമായിരിക്കും, യാഥാർത്ഥ്യത്തോട് യോജിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് അദിലായിരിക്കും. അള്ളാഹുവിൻ്റെ എല്ലാ സംസാരങ്ങളും അവൻ്റെ എല്ലാ കലിമത്തുകളും അവൻ്റെ എല്ലാ ഹുക്കുമുകളും അത് നീതിയുക്തമായിരിക്കും എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ്. ആ ഹുക്കുമ തന്നെ റഹ്മാനായ റബ്ബിൻ്റെ ഹുക്കുമിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഹുക്കുമുകളെ രണ്ട് വിഭാഗമായി പണ്ഡിതന്മാർ പഠിപ്പിക്കാറുണ്ട്. ഒന്ന് ഹുക്കുമുൻ ശറഈയാണ്, അള്ളാഹു മതപരമായി പഠിപ്പിച്ചിട്ടുള്ള ഹുക്കുമുകളാണ്. അത് മതപരമായി നിയമങ്ങൾ, അത് കൽപ്പനകളായിക്കൊണ്ടും നിരോധനങ്ങളായിക്കൊണ്ടും റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച അവൻ്റെ എല്ലാ പാഠങ്ങളും അധ്യാപനങ്ങളും തമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, അത് യാഥാർത്ഥ്യമായിരിക്കും, നീതിയുക്തമായിരിക്കും. എല്ലാ കാര്യങ്ങളും, എല്ലാ ഇബാദത്തുകളും അങ്ങനെ തന്നെയായിരിക്കും. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ മതമായി ആചരിക്കാൻ, പാലിക്കാൻ, ഒഴിവാക്കാൻ റബ്ബ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീതിയായിരിക്കും. അതിനൊരു തർക്കവുമില്ല. അത് നിസ്കാരമായാലും നോമ്പായാലും വസ്ത്രമായാലും അത് ക്രയവിക്രയങ്ങളിലായാലും അനന്തരാവകാശമായാലും ഇങ്ങനെ തുടങ്ങി മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സംവിധാനിച്ച എല്ലാ അവൻ്റെ നിയമങ്ങളും ഹുക്കുമുകളും അത് അതിലായിരിക്കും, സമ്പൂർണ്ണമായ നീതിയായിരിക്കും. അതിലൊരു വിശ്വാസി സംശയിച്ചാൽ അവൻ പരിശുദ്ധ ഖുർആനിൻ്റെ സത്യസന്ധതയാണ് ചോദ്യം ചെയ്യുക. അല്ലെ, അള്ളാഹു ഒരു മനുഷ്യനോട് അനീതിയോടെ പ്രവർത്തിക്കുകയില്ല, അക്രമം പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ റബ്ബ് പഠിപ്പിച്ച അവൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യർ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും ആ നീതി ഉണ്ടാകും. അവിടെ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതും പറയുകയും ചെയ്യുന്നത് സമത്വത്തെക്കുറിച്ചല്ല, ഇക്വാലിറ്റിയെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ചല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് നീതിയെക്കുറിച്ചാണ്, ജസ്റ്റിസിനെ കുറിച്ചാണ്. ഇത് രണ്ടും തമ്മിൽ ഉള്ള അന്തരം എന്ന് പറയുന്നത്, സമത്വമായി എല്ലാവർക്കും എല്ലാം വീതം വെക്കുക, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ എന്നത് അത് നമ്മുടെ ക്രമത്തിന് തന്നെ യോജിക്കുന്ന കാര്യമല്ല. ഓരോരുത്തർക്കും അർഹതപ്പെട്ടതായി കൊടുക്കുക, ഒരാളുടെ ഹക്കായി നൽകുന്നതിനാണ് നീതി എന്ന് നമ്മൾ പറയുക. അപ്പോൾ പുരുഷനും സ്ത്രീക്കും അവർ അർഹിക്കുന്നതാണ് റഹ്മാനായ റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനും അവൻ്റെ തോക്കത്തിന് മുകളിലുള്ളത് അള്ളാഹു നൽകിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പോലെ, പ്രസ്താവിക്കുന്നത് പോലെ അത് വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലിക്കാൻ പറഞ്ഞ ഏതേത് കാര്യവും ഈ രൂപത്തിൽ തന്നെയാണ്, അതിലാണ് എന്ന് വിശ്വസിക്കുക നിർബന്ധമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ എല്ലാ ഹുക്കുമുകളും ശറഈയായ ഹുക്കുമുകളും അതിലാണ്. ഇനി രണ്ടാമതൊരു തലം അള്ളാഹുവിൻ്റെ ത്വബഈയായ ഹുക്കുമുകളാണ്. പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിക്കുന്ന അവൻ്റെ ചില വിധികളുണ്ട്. അത് നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കുറവുമായി സംഭവിക്കുന്ന കാര്യങ്ങൾ, പരീക്ഷണങ്ങൾ, രോഗം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മക്കളെ കൊണ്ട് ദുന്യവിയായി അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും, അത് വലിയ അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് വരെയുള്ള അള്ളാഹുവിൻ്റെ ത്വബഈയായ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ച ചില ഹുക്കുമുകൾ, അതിനെ സംബന്ധിച്ചും ഒരു വിശ്വാസിയുടെ സമീപനം എന്താണ്? അള്ളാഹുവിൻ്റെ എല്ലാ കലിമത്തുകളും അവൻ്റെ വിധികളും ഹുക്കുമുകളും അതിലാണ് എന്നതുകൊണ്ട് തന്നെ വ്യക്തിപരമായാലും സാമൂഹ്യപരമായാലും സംഭവിക്കുന്ന പരീക്ഷണങ്ങളെല്ലാം നീതിയാണ് എന്നതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്നത്, നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലേ, നമ്മൾ ആ വിഷമത്തിലും വിഷാദത്തിലും അകപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നീ അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫിയ ഹുക്മുക അദലുൻ ഫിയ ഖളാഉക. അതാണ് നമ്മൾ അള്ളാഹുവിനോട് വിഷമത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ഒക്കെ ഘട്ടത്തിൽ ഹുസ്ന് നമ്മളെ ബാധിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ഹമ്മ് നമ്മളെ ബാധിച്ചാൽ പ്രാർത്ഥിക്കേണ്ട കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ പ്രാർത്ഥനയ്ക്കൊരു വിശേഷണം കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹു അവൻ്റെ പ്രയാസത്തെ നീക്കുകയും അവിടെ ഒരു സന്തോഷത്തെ പകരം കൊടുക്കുകയും ചെയ്യാതെ ഒരു മുസ്ലിം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന പൂർത്തിയാക്കുകയില്ല. അല്ലെ, വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണത്. പ്രാർത്ഥിച്ചാൽ ഒരു വിശ്വാസിക്ക് ആ പ്രയാസത്തെ നീങ്ങുകയും അവിടെ ഒരു സന്തോഷത്തെ പകരം ലഭിക്കുകയും ചെയ്യും. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ ആത്മാവ്? അള്ളാഹുവിനോട് നമ്മൾ ഏറ്റുപറയാണ്, റബ്ബേ അദ്ലുൻ ഫിയ ഖളാഉക, ഞാൻ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിന്റെ വിധിയാണ്, ആ വിധി സമ്പൂർണ്ണമായ നീതിയാണ്. ആ നീതിയെ എനിക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടെ വർഷങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ ഈ ദുനിയവിയായ ജീവിതത്തിൽ അതിൻ്റെ അതിലെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നും വരാം.
പക്ഷെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും വിശ്വസിക്കേണ്ടതും എന്താണ്? ഞാൻ ഈ കടന്നു പോകുന്ന സാഹചര്യം അതെനിക്ക് റബ്ബ് നിശ്ചയിച്ചതാണ് എങ്കിൽ റഹ്മാനായ റബ്ബ് അവൻ്റെ ഒരു സൃഷ്ടികളോടും അക്രമം പ്രവർത്തിക്കുകയില്ല, അനീതി പ്രവർത്തിക്കുകയില്ല. ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അവകാശപ്പെടുന്നതാണ് ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കുക. അതുകൊണ്ട് ഈ സാഹചര്യത്തെ ഞാൻ നേരിടണമെന്ന് എൻ്റെ സ്രഷ്ടാവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൻ്റെ നീതിയാണ് എന്നൊരു വിശ്വാസി തിരിച്ചറിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവൻ്റെ ആ സങ്കടത്തെ മാറിക്കിട്ടാൻ, അവിടെ ഒരു സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവരാൻ അവനെ പ്രാപ്തമാക്കും ആ വിശ്വാസം എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഹുക്കുമുകൾ, അത് ശറഈയായാലും ത്വബഈയായാലും എല്ലാ ഹുക്കുമുകളും അതിലാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തായാലും പരലോകത്തായാലും അവൻ്റെ സൃഷ്ടികളോടുള്ള പെരുമാറ്റത്തിൽ, അവൻ്റെ ഇടപെടലിൽ പരിപൂർണമായ നീതിയോടെയായിരിക്കും പെരുമാറുക എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് വിശ്വാസികളായ നമ്മളോടും പാലിക്കാൻ പരിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ പരിചയപ്പെടുത്തുന്നതും ആവശ്യപ്പെടുന്നതും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നീതിയുക്തമായിട്ടായിരിക്കണം, അവകാശപ്പെടുന്നവരുടെ അവകാശത്തെ വകവെച്ചുകൊണ്ടായിരിക്കണം ഇടപെടേണ്ടത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയാണ് പലപ്പോഴും നമുക്കൊക്കെ ഒരു പൊതുവെ ആളുകൾക്കുള്ള ഒരു ധാരണ, നീതിയോടുകൂടെ പെരുമാറുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭരണകർത്താക്കൾക്ക്, നേതാക്കന്മാർക്ക്, പിന്നെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന വലിയ വലിയ ആളുകൾ, മന്ത്രിമാർ, രാജാക്കന്മാർ, അവരൊക്കെയാണല്ലോ നീതിയോടുകൂടെ വർത്തിക്കേണ്ടത് എന്നാണ് നമ്മൾ കരുതുക. അബൂ നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഒരിക്കൽ പറയുന്ന ഒരു സന്തോഷ വാർത്തയെക്കുറിച്ച്, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വളരെ സന്തോഷത്തോടെ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ എൻ്റെ ഈ കുട്ടിക്ക് പ്രവാചകരെ ഞാൻ എൻ്റെ കയ്യിലുള്ള വളരെ മൂല്യമായ ഒരു സാധനം ഒരു ദാനമായി, ഒരു ഇഷ്ടദാനമായി അല്ലെങ്കിൽ ഒരു സമ്മാനമായി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, അലികുല്ലി വലദിക നഹ്ലത്തുൻ മിസ്ല ഹാദാ, ഇതുപോലെ ഒന്ന് നിൻ്റെ എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ടോ? അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് സ്വഹാബികൾ അങ്ങനെ പലപ്പോഴും പല സന്ദർഭങ്ങളും വരുമല്ലോ. അങ്ങനെ താൻ തൻ്റെ മകന് വേണ്ടി വാങ്ങിക്കൊടുത്ത ഒരു സന്തോഷം, ഒരു സമ്മാനം, അത് വളരെ കൗതുകത്തിൽ പ്രവാചകൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നുകൊണ്ട് പറയാണ്, ഇന്ന മോൻ ഞാൻ ഈ സമ്മാനം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നിൻ്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു എന്നാണ്, ആ തുഹിബ്ബു അയ്യകൂന അൽ കുല്ലു ഫിൽ ബർരി സവാഉൻ, നന്മയിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിൽ എല്ലാവർക്കും ഒരുപോലെയാകണം എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്റെ മക്കൾക്ക് കിട്ടുന്ന നന്മകൾ ഒരുപോലെയാകണമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? സ്വാഭാവികമായും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസവ്വി ബൈനഹും ഫിൽ അത്തിയ്യ, അവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളിലും നീ നീതിയുക്തം പെരുമാറാൻ വേണ്ടി പരിശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, നിങ്ങൾ ഇഅ്ദിലു ബൈന ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിയുക്തമായി പെരുമാറണം. നോക്കൂ, എത്ര ഗൗരവത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതാവുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയോടുകൂടെയാണ് വർത്തിക്കേണ്ടത് എന്നൊരു രക്ഷിതാവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചില റിപ്പോർട്ടുകളൊക്കെ ഇതേ സംഭവത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഗുരുതരമായ പരാമർശങ്ങൾ കാണാം. അനീതിക്കും അക്രമത്തിനും സാക്ഷിയാകാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അരികിലേക്കാണോ താങ്കൾ വന്നിട്ടുള്ളത് എന്ന ഗുരുതരമായ ഭാഷയിൽ ഉണർത്തുന്നത് വരെ ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഇടപെടുന്നിടത്ത് നമ്മുടെ മക്കളോടും ഭാര്യമാരോടും നമ്മുടെ ചുറ്റുഭാഗത്തും ഉള്ളവരോടും കൂടെ ജോലി ചെയ്യുന്നവരോടുമൊക്കെ നീതിയുക്തമായി പെരുമാറാൻ, നമുക്കൊരു അനീതിയോടുകൂടെ പെരുമാറാൻ, അവർക്ക് അവകാശപ്പെട്ടത് വകവെച്ചു കൊടുക്കാതിരിക്കാൻ ഒരു ന്യായവുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആരോട് നീതിയോടുകൂടെ വർത്തിക്കണമെന്നാണ് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്? ശത്രുവിനോട് നീതിയോടുകൂടെ പെരുമാറണം. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ, നമുക്കൊരു വിഭാഗത്തോട് ചിലപ്പോൾ ഈർഷ്യതയും വെറുപ്പൊക്കെ ഉണ്ടാകാം, അതിന് കുറേ കാരണങ്ങളുണ്ടാകാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുടുംബവുമായി ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച നീറുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ അത്തരത്തിലുള്ള വെറുപ്പുകൾ അല്ലാ തഅദിലു, അവരോട് നീതി പെരുമാറാതിരിക്കാൻ അതൊരു കാരണമാകാൻ പാടില്ല. അവർ നമുക്ക് ദേഷ്യമുണ്ട്, നമ്മൾ കുറേ കാലമായിട്ട് മുഖത്ത് നോക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ കുറേ കാലങ്ങളായി തെറ്റി നിൽക്കുന്നതാണ്, അതിന് ന്യായമായ കാരണങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ വന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ ശത്രുവിനോട് പോലും നീതിയോടുകൂടെ പെരുമാറാതിരിക്കാൻ, അനീതി കാണിക്കാൻ, അവൻ്റെ അവകാശത്തെ അവന് വകവെച്ചു കൊടുക്കുന്നിടത്ത് ഇത് നിങ്ങൾക്കൊരു കാരണമാകാൻ പാടില്ല. എഴുതിലൂ, നിങ്ങൾ നീതിയോടുകൂടെ പെരുമാറണം. അങ്ങനെ നീതിയോടുകൂടെ വർത്തിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സൂക്ഷ്മാലുക്കൾ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തെ മാത്രം ഒരു ഉദാഹരണമായി നമുക്കെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു ശത്രുവിനോട് പോലും, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കുഫാറുകളായ ശത്രുക്കളോട് പോലും അനീതി വർത്തിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. അനീതി വർത്തിക്കാൻ പാടില്ല. അവരോട് ചെയ്യുന്ന യുദ്ധവേളയിൽ നമുക്ക് പല നിലക്കും കാര്യങ്ങളെ നീക്കുപോക്കുകൾ എടുക്കേണ്ടി വരും.
അനീതി പാലിക്കാതിരിക്കാൻ, അനീതി കാണിക്കാൻ അതൊരു കാരണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെട്ട സന്ധികളിൽ, അവിശ്വാസികളായ വിഭാഗത്തോട് ഏർപ്പെട്ട സന്ധികളിൽ അത് ലംഘിക്കേണ്ട സാഹചര്യം, ലംഘിക്കാൻ മുട്ടുന്ന സാഹചര്യം വന്നപ്പോഴൊക്കെയും പ്രവാചകൻ തൻ്റെ അനുചരന്മാരെ നീതിയോടുകൂടെ വർത്തിക്കാനാണ് പഠിപ്പിച്ചത്. പാടില്ല, നമ്മളത് തെറ്റിക്കാൻ പാടില്ല എന്ന് നീതിയുടെ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗം അള്ളാഹുവിൻ്റെ തന്നെ വിശേഷണമായി പറഞ്ഞ ഈ നീതിയെ, അവകാശങ്ങൾ അവകാശപ്പെടുന്ന ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്നതിനെ സാധൂകരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഹദീസും നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ മക്കൾക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും കൊടുക്കണമെന്നാണോ? അല്ല. മക്കൾക്കിടയിൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തതകളുണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. അവർക്ക് ചെലവഴിക്കുന്നതിന് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ? അല്ല. അവരുടെ പഠനത്തിനും മറ്റുമൊക്കെ ചെലവഴിക്കുന്നതിന് വ്യത്യസ്തതകൾ ഉണ്ടാകും. പക്ഷെ അവർക്കിടയിൽ ഒരു വേർതിരിവുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഇഷ്ടമായി നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ അങ്ങനെ കൊടുക്കുന്നിടത്ത് പ്രായത്തെയും എല്ലാവരെയും പരിഗണിച്ച് ഒരു പിന്നെ തുല്യതയെ കൊണ്ടുവരാൻ, നീതിയെ കൊണ്ടുവരാൻ, ഹക്കായവർക്ക് നൽകുന്നതിനെ കൊണ്ടുവരാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഇതേ സംഭവം തന്നെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങൾ 6 മസലകൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. നമുക്ക് നമ്മളോട് ഇങ്ങോട്ട് ഇഷ്ടക്കേട് കാണിക്കുന്ന, നമ്മൾ ഉപദ്രവിക്കുന്ന മക്കളാണെങ്കിൽ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? അവർക്ക് തടഞ്ഞു വെക്കാൻ പാടുണ്ടോ? ഇല്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് നോക്കുന്നില്ല, ഇങ്ങോട്ട് ഞാൻ അവകാശപ്പെടുന്നത് പോലെയുള്ള പരിചരണം എനിക്ക് നൽകുന്നില്ല, എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എൻ്റെ മകനാണ്, അവർക്കിടയിലും നീതി പാലിക്കാതിരിക്കാൻ അതൊരു കാരണമല്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്ര ഗൗരവത്തിൽ ഈ ഒരു സന്ദർഭത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു സാഹചര്യമായി എടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കച്ചവടക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, അല്ലെ, നമ്മൾ എല്ലായിടത്തും ഇടപെടുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മുഖമുദ്രയായിരിക്കണം അവകാശങ്ങൾ അവകാശപ്പെടുന്ന ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്ന നീതിയുക്തമായി പെരുമാറാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതാണ് അള്ളാഹു വിശേഷണമായി, അവൻ്റെ വിശേഷണമായി പഠിപ്പിച്ചത്. പ്രവാചകന്മാരുടെ വിശേഷണം അതായിരുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിയാറുകളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാകാൻ നമ്മൾ പരിശ്രമിക്കണം. റഹ്മാനെ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സനിയും ബിത്തഖ്വല്ലാഹ്. നീതിയോടുകൂടെ പെരുമാറ്റങ്ങളെ ക്രമീകരിക്കണമെന്നതാണ് നമ്മൾ സൂചിപ്പിച്ചത്. മനുഷ്യർക്കിടയിലെ ക്രയവിക്രയങ്ങളിൽ നീതി പാലിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ അർഹമായി നമ്മൾ നീതിയോടുകൂടെ പെരുമാറേണ്ടത് അത് സൃഷ്ടിച്ച സ്രഷ്ടാവിനോടാണ് നിസ്സംശയം. എന്താണ് അള്ളാഹുവിനോട് നമ്മൾ കാണിക്കേണ്ട നീതി? ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ. നമ്മൾ അള്ളാഹുവിനോട് കാണിക്കാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ആ അക്രമം, സ്വന്തത്തോട് കാണിക്കുന്ന അക്രമം എന്താണ് എന്ന് പ്രയാസപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നിന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടെ പറയുന്നത് ദുൽമ്, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുത്ത ദുൽമാണ്, അഥവാ ശിർക്കാണ്. അല്ലെ, ശിർക്ക് ദുൽമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിപരീതം, അതിൻ്റെ നീതി എന്ന് പറയുന്നത് തൗഹീദാണ്. അപ്പോൾ അള്ളാഹുവിന് നമ്മൾ പറഞ്ഞു, നീതി എന്ന് പറഞ്ഞാൽ സമാസമമായി ചെയ്യുക എന്നതല്ല, അവകാശപ്പെടുന്ന ആളുകൾക്ക് നൽകുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ കൊടുക്കേണ്ട അവൻ്റെ അവകാശമാണ് തൗഹീദ്. അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മുടെ തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ, നമ്മുടെ ഭയപ്പാടും അതുപോലെ തന്നെ ഒരു പിന്നെ ഗൈബിയായ മാർഗത്തിൽ നമ്മുടെ ആഗ്രഹവും പേടിയുമൊക്കെ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നത് അത് അള്ളാഹുവിന് കൊടുക്കേണ്ട അവൻ്റെ ഹക്കാണ്. ഒരു ഖുത്ബയിൽ നമ്മളിവിടെ സൂചിപ്പിച്ചിരുന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച അള്ളാഹുവിന് മനുഷ്യരായ നമ്മളോട് നമുക്ക് റബ്ബിനോടുമുള്ള ബാധ്യതകളെക്കുറിച്ച്, ആ ബാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, മനുഷ്യരായി നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യത അത് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുകയും അവനൊരാളെ പങ്കു ചേർക്കാതിരിക്കലുമാണ്. അല്ലെ, റഹ്മാനായ റബ്ബിന് വക വെച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. അതെന്താ? അള്ളാഹുവിന് വക വെച്ചു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം റബ്ബിന് മാത്രം വക വെച്ചു കൊടുക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ശക്തികളും അവൻ്റെ കഴിവും അവൻ്റെ വിശേഷണവും അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അവൻ കാണുന്നത് പോലെ കാണാൻ അവന് മാത്രമേ പറ്റൂ, അവൻ കേൾക്കുന്നത് പോലെ കേൾക്കാൻ അവന് മാത്രമേ പറ്റൂ, അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ മറ്റു മാധ്യമങ്ങളില്ലാതെ ഇടപെടാൻ അവന് മാത്രമേ പറ്റൂ. മറ്റെല്ലാ സൃഷ്ടികൾക്കും മാധ്യമങ്ങളും വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് മാത്രമേ ഇടപെടാൻ കഴിയുകയുള്ളൂ. എന്നാൽ അള്ളാഹു ആ വ്യവസ്ഥിതിക്കും അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ്. അപ്പോൾ ഒരു രോഗം മാറാൻ ദുനിയാവിലാണെങ്കിൽ അതിന് ചില വ്യവസ്ഥിതികളുണ്ട്. നമ്മൾ മരുന്ന് കഴിക്കണം, ഡോക്ടറെ കാണണം, ഇല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഇടപെടലാണ്. എന്നാൽ അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ ഈ വ്യവസ്ഥിതിക്കൊക്കെ അപ്പുറത്ത് നമ്മൾക്കറിയാൻ സാധിക്കാത്ത ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതാണ്. അങ്ങനെ ഇടപെടാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ.
അങ്ങനെ ഇടപെടാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കോ മലക്കുകൾക്കോ ജിന്നുകൾക്കോ വലിയകൾക്കോ ഒന്നും സാധിക്കുകയില്ല എന്നത് തൗഹീദിൻ്റെ അടിസ്ഥാനപരമായ പാഠാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യർക്കിടയിൽ സൃഷ്ടികൾക്കിടയിൽ നീതിയുക്തം പെരുമാറണമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ അവകാശം സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നമ്മൾ നീതിയോടെ പെരുമാറില്ല. അത് ആ തൗഹീദിനെ ഏറ്റവും കൃത്യമായി റഹ്മാനായ റബ്ബിന് മാത്രം വകവെച്ചു കൊടുക്കുക എന്നതുമാണ്. അതിനെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെ മുറിച്ച് കടക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും വരാതിരിക്കാനുള്ള സൂക്ഷ്മതയും പഠനവും ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ സ്വബറോടെ പരീക്ഷണത്തെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ നിലക്കുമുള്ള ഫിത്നകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മരണത്തിലും ജീവിതത്തിലും മരണവേളയിലും മരണാനന്തര ജീവിതത്തിലും നേരിടുന്ന ഫിത്നകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ റഹ്മാനെ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കും നരകത്തിലെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് റഹ്മാനെ റബ്ബെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷയെ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا ولوالدينا من النار ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين آمين آمين برحمتك يا أرحم الراحمين.